ഹായ് ഓൾ, ഞാനിന്ന് മാപ്പിംഗ് സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ന്യൂസിലാൻഡ് പഠിക്കാം, പിന്നെ നമുക്ക് ഓസ്ട്രേലിയ പഠിക്കാം, അങ്ങനെ പോകാം. ഫസ്റ്റ് നമുക്ക് ന്യൂസിലാൻഡ് പഠിക്കാം. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 3 ഐലൻഡ്സിനെയാണ് നമ്മൾ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ മേളിൽ കാണുന്ന ഫസ്റ്റ് ഐലൻഡ് വന്നിട്ട് നോർത്തേൺ ഐലൻഡ്, പിന്നെ സദേൺ ഐലൻഡ്, പിന്നെ ലാസ്റ്റ് കാണുന്ന ഈ ഐലൻഡിൻ്റെ പേരാണ് സ്റ്റുവർട്ട് ഐലൻഡ്. ഈ ഐലൻഡിൻ്റെ പേരാണ് സ്റ്റുവർട്ട് ഐലൻഡ്. ഈ സ്റ്റുവർട്ട് ഐലൻഡിൽ നമുക്ക് വേൾഡ്സ് ബെസ്റ്റ് മഷ്റൂം കിട്ടും. നമുക്ക് സ്റ്റുവർട്ട് ഐലൻഡ്. പിന്നെ നമുക്ക് ഈ നോർത്തേൺ ഐലൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പോർഷൻ, ഇവിടെ ഉള്ള വാട്ടർ ബോഡിയെ നമ്മൾ ടസ്മാൻ സീ എന്ന് പറയും. ടസ്മാൻ സീ. പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെ ഇങ്ങനെ ലോങ് ആയിട്ട് ഇരിക്കുന്നത്, അത് ഞാൻ നോർത്തേൺ ഐലൻഡ് സൂം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, കാണാൻ പറ്റുന്നില്ല. ഈ നോർത്തേൺ ഐലൻഡിൻ്റെ പോർഷനിൽ ഈ പോർഷൻ ഇങ്ങനെ ലോങ് ആയിട്ടിരിക്കുന്ന ഈ ലോങ്ങസ്റ്റ്, ഇതൊരു ബീച്ചാണ്. ഈ ബീച്ചിന് ലോങ്ങസ്റ്റ് ബീച്ചാണ്, വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് ബീച്ചാണ് ഇത്. വേൾഡ്സ് വൺ ഓഫ് ദി ലോങ്ങസ്റ്റ് ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ പേരാണ് 90 മൈൽ ബീച്ച്. ഇതിൻ്റെ പേരാണ് 90 മൈൽ ബീച്ച്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. ഇവിടെ ഈ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേ ഓഫ് ഐലൻഡ്സ്. ഇവിടെ ഒരു 1000+ ഐലൻഡ്സ് ഉണ്ട്. 1000+ ഐലൻഡ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ബേ ഉണ്ട്. ഈ ബേ വിളിക്കുന്ന പേരാണ് ബേ ഓഫ് പ്ലൻറ്റി. ഇവിടെ നമുക്ക് ഫിഷിംഗ് ഭയങ്കര ഇതായിരിക്കും. ഫിഷിങ് കൂടുതലാണ് ഇവിടെ, ഫിഷിങ്. പിന്നെ ഈ പോർഷൻ, ഈ ബേയെ നമ്മൾ വിളിക്കും ബേ ഓഫ് പോവർട്ടി ആണ്. പിന്നെ ഈ ബേയുടെ പേരാണ് ബേ ഓഫ് ഹോക്കി. ഓക്കെ. പിന്നെ ഈ നോർത്തേൺ ഐലൻഡും സദേൺ ഐലൻഡും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു വാട്ടർ ബോഡി, അതായത് നമ്മൾ 2 ലാൻഡ് മാസസിനെ ഡിവൈഡ് ചെയ്യുന്ന നാരോ വാട്ടർ ബോഡിയെ നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറയും. ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ അതിനെ നമ്മൾ ചാനൽ എന്ന് പറയും. ഇവിടെ ഇതൊരു സ്ട്രെയിറ്റ് ആണ്. ഈ സ്ട്രെയിറ്റിൻ്റെ പേരാണ് കുക്ക് സ്ട്രെയിറ്റ്. ഇതിന് കുക്ക് സ്ട്രെയിറ്റ് എന്ന് പേര് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ജെയിംസ് കുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നാവിഗേറ്റർ ഉണ്ട്. ജെയിംസ് കുക്ക് ഫ്രം നെതർലാൻഡിൽ നിന്നാണ്. അപ്പം ആളാണ് ഇവിടെ ഫസ്റ്റായിട്ട് ഈ പോർഷനിലാണ് ആൾ വന്ന് റിസൈഡ് ചെയ്തത്. ഈ പോർഷനിൽ റിസൈഡ് ചെയ്തിട്ടാണ് ഇവിടെ കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് 1769-ലാണ്. ഓക്കെ. സോ അതുകൊണ്ട് ഈ സ്ട്രെയിറ്റിനെ നമ്മൾ കുക്ക് സ്ട്രെയിറ്റ് എന്ന് പറയും. നമ്മൾ ന്യൂസിലാൻഡ് പഠിക്കുമ്പോൾ, ന്യൂസിലാൻഡ് ഒരു ടെക്ടോണിക് പോർഷനാണ്. ന്യൂസിലാൻഡിൻ്റെ എല്ലാ പോർഷനും അല്ല, ഈ നോർത്തേൺ ഐലൻഡിൻ്റെ ഈസ്റ്റ് സൈഡ് ടെക്ടോണിക്കാണ്. നോർത്തേൺ ഐലൻഡിൻ്റെ ഈസ്റ്റ് പോർഷൻ ടെക്ടോണിക്കാണ്. ബിക്കോസ് ഇവിടെ നമുക്ക് പസഫിക് പ്ലേറ്റ് ഉണ്ട്. ആൻഡ് ഈ പോർഷനിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇൻഡോ ഓസ്ട്രിയൻ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈസ്റ്റ് സൈഡ് ഓഫ് ന്യൂസിലാൻഡ് അതായത് നമുക്ക് പസഫിക് പ്ലേറ്റ് അറിയാലോ. ഹിയർ ഹാപ്പൻസ്, എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, സബ്ഡക്ഷൻ ഓഫ് പസഫിക് പ്ലേറ്റ് ബിനീത്ത് ദ ഇൻഡോ ഓസ്ട്രിയൻ പ്ലേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പോർഷൻ ടെക്ടോണിക്കാണ്. ആൻഡ് സൗത്ത് ഐലൻഡിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സബ്ഡക്ഷൻ, അപ്പോൾ ഈ പോർഷൻ നമുക്ക് സബ്ഡക്ഷൻ സോൺ ആയിരിക്കും. ആൻഡ് സദേൺ ഐലൻഡിൽ വരുമ്പോഴത്തേക്കും പ്ലേറ്റ് ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇവിടെ ഈ പോർഷനിലായിരിക്കും സബ്ഡക്ഷൻ സോൺ വരുന്നത്. അപ്പോൾ സദേൺ ഐലൻഡ് ടെക്ടോണിക് അല്ല, നോർത്തേൺ ഐലൻഡാണ് ടെക്ടോണിക്. ഇനി നമുക്ക് നോർത്തേൺ ഐലൻഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ നോർത്തേൺ ഐലൻഡിൽ ഇവിടെ ഗ്രൂപ്പ് ഓഫ് ലേക്സ് ഉണ്ട്. ഇവിടെ ഉണ്ട്. ഈ ലേക്കിൻ്റെ പേരാണ് ഇത് ഒരു ലേക്ക് തന്നെയാണ്, ഗ്രൂപ്പാണെങ്കിലും ഇത് കണക്റ്റഡ് ആണ്. ഈ ലേക്കിൻ്റെ പേരാണ് ലേക്ക് റോട്ടോറുവ. ഇനി നമ്മൾ സിറ്റീസ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇവിടെ ഒരു സിറ്റി ഉണ്ട്. ഈ സിറ്റിയുടെ പേരും റോട്ടോറുവ എന്ന് തന്നെയാണ്. സോ ഇതൊരു റോട്ടോറുവ എന്ന് പറയുന്ന ഒരു ക്രേറ്റർ ലേക്കാണ്.
അതൊരു ക്രേറ്റർ ലേക്കാണ് റോട്ടോറുവ. ക്രേറ്റർ ലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വൾക്കാനോസ് ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ്റ്റെൻറ്റഡ് ആയ വൾക്കാനോയിൽ നടുക്കിൽ മിഡിൽ പോർഷനിൽ ഒരു ഡീപ്പ് ഡിപ്രഷൻ ഫോം ആകും. കാരണം ലാവയൊക്കെ പുറത്ത് വരും. എക്സ്റ്റെൻറ്റഡ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ലാവ പുറത്ത് പോയി കഴിഞ്ഞതിന് ശേഷമുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു വൾക്കാനോ. സോ ഈ പോർഷനിൽ നിന്ന് ഇങ്ങനെ ലാവ പുറത്ത് പോകും. അപ്പോൾ എക്സ്റ്റെൻറ്റഡ് ആയ വൾക്കാനോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊരു ഡീപ്പ് ഡിപ്രഷൻ ആയിരിക്കും. ഈ ഡിപ്രഷൻ്റെ അകത്ത് കുറേ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും റെയിൻഫാളിൻ്റെയും അങ്ങനെയൊക്കെ വാട്ടർ അക്യുമുലേറ്റ് ആവും. വാട്ടർ അക്യുമുലേറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ കുറച്ചുകൂടെ ഡീപ്പൻ ആവും. ഈ ഡീപ്പർ പോർഷൻ ആവും. അങ്ങനെ ഡീപ്പർ ആവുന്ന ഒരു ഫോം ആവുന്ന ലേക്കിനെയാണ് നമ്മൾ ക്രേറ്റർ ലേക്ക് എന്ന് പറയുന്നത്. ടേക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ക്രേറ്റർ ലേക്ക് എന്ന് പറയും. എ ബിഗ്ഗർ ഫോം ഓഫ് ക്രേറ്റർ ലേക്കിനെയാണ് നമ്മൾ കാൽഡറ ലേക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനി പഠിക്കും. നെക്സ്റ്റ്, സോ ഇത് ക്രേറ്റർ ലേക്കാണ്. പിന്നെ ഇവിടെ ഇതൊരു കാൽഡറ ലേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്രേറ്റർ ലേക്കിൻ്റെ ഒരു ബിഗർ ഫോമാണ്. അത് പിന്നെ വീണ്ടും അത് വലുതാവുമ്പോഴാണ് അത് കാൽഡറ ലേക്ക് ആവുന്നത്. സോ ഇവിടെ ഒരു കാൽഡറ ലേക്കുണ്ട്. അതാണ് ലേക്ക് ടൗപ്പോ, TAUPO, ലേക്ക് ടൗപ്പോ. ഇവിടെ നമുക്ക് ഇതൊരു ബൈറ്റാണ്. ഇവിടെയും ഈ രണ്ട് പോർഷനിലും ബൈറ്റാണ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ ബേ തന്നെയാണ്. സ്മൂത്ത് കർവേച്ചറുള്ള ബേ ആണ് നമ്മൾ ബൈറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ രണ്ട് ബൈറ്റ് ഉണ്ട്. ഇത് നോർത്ത് താരാനാക്കി ബൈറ്റ്. ആൻഡ് ഇത് സൗത്ത് താരാനാക്കി ബൈറ്റ്. സൗത്ത് താരാനാക്കി ബൈറ്റ്. ആൻഡ് ഈ പോർഷൻ ഇതൊരു പ്ലെയിൻ ഏരിയയാണ്. ഈ പ്ലെയിൻ, അതായത് ബേ അല്ലേ, അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്ലെയിൻ ഏരിയ ആയിരിക്കും. ഈ പ്ലെയിൻ ഏരിയ പറയുന്ന പേരാണ് വാങ്വി താരാനാക്കി പ്ലെയിൻസ്. ഇവിടെയാണ് അബോർജിൻസ് ഉള്ളത്. ഓക്കെ, ഇവിടെ അബോർജിൻസ് ഉണ്ട്. അബോർജിൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഒറിജിനൽസ് ഓഫ് ന്യൂസിലാൻഡ്. ആദ്യം ന്യൂസിലാൻഡ് ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് മനുഷ്യർ, അവരാണ് നമ്മൾ അബോർജിൻസ് എന്ന് പറയുന്നത്. ന്യൂസിലാൻഡിൻ്റെ അബോർജിൻസിൻ്റെ പേരാണ് മൗറീസ്. അബോർജിൻസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽസ് ഓഫ് ന്യൂസിലാൻഡിനാണ് നമ്മൾ അബോർജിൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സദേൺ ഐലൻഡിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സദേൺ ഐലൻഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയും കുറച്ച് ബൈറ്റ്സ് ഉണ്ട്. ആദ്യം നമുക്ക് പഠിക്കാം ഈ ബൈറ്റ്. ഇവിടെ ഉള്ള ബൈറ്റ്, ഈ ബൈറ്റിനെ നമ്മൾ പറയും കരാമിയ ബൈറ്റ്. ആൻഡ് ഇവിടെ ഒരു ബൈറ്റ് ഉണ്ട്. ഈ ബൈറ്റിനെ നമ്മൾ പറയും വെസ്റ്റ്ലാൻഡ് ബൈറ്റ്. ആൻഡ് ഇവിടെ ഒരു ബൈറ്റ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് കാൻറ്റർബറി ബൈറ്റ്. ആൻഡ് ഈ പോർഷൻ ഇവിടെ ഒരു പ്ലെയിൻ ഏരിയ ആണ്. കാൻറ്റർബറി പ്ലെയിൻസ് എന്നാണ് അതിൻ്റെ പറയുക. കാൻറ്റർബറി പ്ലെയിൻസ്. ഓക്കെ, ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്യാം. ഇതൊരു പെനിൻസുലയാണ്. പെനിൻസുല എന്ന് പറഞ്ഞാൽ 3 sides കവേർഡ് ബൈ വാട്ടർ. അതായത് ഒരു ലാൻഡ് മാസിൻ്റെ 3 sides കവേർഡ് ബൈ വാട്ടറിനെയാണ് നമ്മൾ പെനിൻസുല എന്ന് പറയുന്നത്. 4 sides കവേർഡ് ബൈ വാട്ടറിനെ നമ്മൾ ഐലൻഡ് എന്ന് പറയും. ഇതൊരു പെനിൻസുലയാണ്. സോ ഈ പെനിൻസുലയുടെ പേരാണ് ബാങ്ക്സ് പെനിൻസുല. പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. ഈ സദേൺ ഐലൻഡിനെയും സ്റ്റുവർട്ട് ഐലൻഡിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു സദേൺ ആൻഡ് നോർത്തേൺ ഐലൻഡിനെ ഡിവൈഡ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ് കുക്ക് സ്ട്രെയിറ്റ്. അതുപോലെ സദേൺ ആൻഡ് സ്റ്റുവർട്ട് ഐലൻഡിനെ ഡിവൈഡ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ് ഫോവിയോക്സ് സ്ട്രെയിറ്റ്. ഇനി ഇവിടെ ഇങ്ങനെ ഈ പോർഷനിൽ നമുക്ക് എന്തുണ്ട്, ഇതൊക്കെ ലേക്സ് ആണ്. നമുക്ക് രണ്ടാമത് പഠിക്കാം. ഇവിടെ ഒരു മൗണ്ടൻ റേഞ്ചസ് ആണ്. ഇതിനെ നമ്മൾ സദേൺ ആൽപ്സ് എന്ന് പറയും. ഓക്കെ, ഈ വെസ്റ്റ് കോസ്റ്റിൽ നമുക്ക് ഒരുപാട് ഈ വെസ്റ്റ് കോസ്റ്റിൽ നമുക്ക് എന്തുണ്ട്, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്. വെസ്റ്റ് കോസ്റ്റിൽ നമുക്ക് എന്തുണ്ട്, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്. ഈവൻ മാംഗ്രൂവ്സ് വരെ ഉണ്ട് ഇവിടെ. ഓക്കെ,
മാംഗ്രൂവ്സും ഉണ്ട്. ബിക്കോസ് ഇതെങ്ങനെ വരുമെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെസ്റ്റേളീസ് വരും. വെസ്റ്റേളീസ് വരുമ്പോഴത്തേക്കും ഈ സദേൺ ആൽപ്സ് ഉണ്ട്. ഈ സദേൺ ആൽപ്സ് ആക്ട് എസ് ഓറോഗ്രഫിക് ബാരിയറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ വെസ്റ്റേളീസ് എന്ന് പറയുന്ന വിൻഡിനെ ഈ സദേൺ ആൽപ്സ് തടഞ്ഞു നിർത്തും, ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ പോർഷനിൽ മാക്സിമം റെയിൻഫോൾ കൊടുക്കും. സോ അങ്ങനെയാണ് നമുക്കിവിടെ ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് കിട്ടുന്നത്. ഈവൻ മാംഗ്രൂവ്സ് വരെ ഉണ്ടാവും അവിടെ കാണുക. ഇനി നമുക്ക് സദേൺ ഐലൻഡിൻ്റെ ഗ്ലേഷ്യേറ്റഡ് ലേക്സിനെ കുറിച്ച് പഠിക്കാം. സദേൺ ഐലൻഡിലുള്ളതൊക്കെ ഗ്ലേഷ്യേറ്റഡ് ലേക്സാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് സദേൺ ആൽപ്സ് ഇങ്ങനെ പോകുന്നത്. സോ ഈ ഒരു ലേക്ക്, ഈ ലേക്കിൻ്റെ പേരാണ് ലേക്ക് ടിയാനൗ. ആൻഡ് ഇതുണ്ട് ഈ സിക്സ് ആക്ക് മോഡലിരിക്കുന്ന ഈ ലേക്ക്, ഇതിൻ്റെ ഇതാണ് ലോങ്ങസ്റ്റ് ലേക്ക് ഓഫ് ന്യൂസിലാൻഡ്. ഇതാണ് എനിക്ക് തോന്നുന്നു ഈ 950 മീറ്റർ ഡെപ്തും 85 കിലോമീറ്റർ എന്തോ ലോങ് ആണിത്. ഈ ലേക്കിൻ്റെ പേരാണ് വക്കട്ടിപ്പു. ആൻഡ് ഇത് ലേക്ക് ഹവായി. ഇത് ലേക്ക് ഹവിയ. ആൻഡ് ഇത് ലേക്ക് വനാക. ആൻഡ് ഇത് ലേക്ക് പുക്കാക്കി. ആൻഡ് ഇത് ടിക്കാപ്പു. ഓക്കെ, ഇനി ഈ സദേൺ ആൽപ്സ്, ഇവിടെ ഇങ്ങനെയാണ് സദേൺ ആൽപ്സ് പോകുന്നത്. ഈ സദേൺ ആൽപ്സിൻ്റെ ഹയസ്റ്റ് പീക്കാണ് ഈ പോർഷനിൽ വരുന്നത്, മൗണ്ട് കുക്ക് അല്ലെങ്കിൽ മൗണ്ട് അരോക്കി, AORAKA. ഇത് നമ്മുടെ ഈ വക്കട്ടിപ്പു ഉണ്ടല്ലോ, ഇത് വൺ ഓഫ് ദി ഡീപ്പസ്റ്റ് ലേക്കാണ്. ലോങ്ങസ്റ്റ് ലേക്ക് ഓഫ് ന്യൂസിലാൻഡ് ആണ്. വൺ ഓഫ് ദി ഡീപ്പസ്റ്റ് ലേക്ക് ഓഫ് ദി വേൾഡ് ആണ്. ആണ്. പക്ഷേ ഡീപ്പസ്റ്റ് ലേക്ക് ഓഫ് ദി വേൾഡ് ബൈക്കാൾ ലേക്കാണ്. അത് നമ്മൾ റഷ്യ പഠിക്കും. ഡീപ്പസ്റ്റ് ലേക്ക് ബൈക്കാളാണ്. പക്ഷേ വൺ ഓഫ് ദി ഡീപ്പസ്റ്റ് ലേക്ക് ഈ വക്കട്ടിപ്പു വൺ ഓഫ് ദി ഡീപ്പസ്റ്റ് ലേക്കുമാണ്, ലോങ്ങസ്റ്റ് ലേക്കുമാണ്. 85 കിലോമീറ്റർ ലോങ് ആണ്. ന്യൂസിലാൻഡിൽ സിറ്റീസിനെ കുറിച്ച് പഠിക്കാം. മൊത്തത്തിൽ ഇമ്പോർട്ടൻറ്റ് സിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോർത്തേൺ ഐലൻഡ് എടുക്കുമ്പോൾ നോർത്തേൺ ഐലൻഡിൻ്റെ ഈ വെസ്റ്റ് സൈഡിൽ ഇവിടെയാണ് നമുക്ക് ഓക്ലാൻഡ് സിറ്റി ഉള്ളത്. ഈ ഓക്ലാൻഡാണ് ന്യൂസിലാൻഡിൻ്റെ ബിഗ്ഗസ്റ്റ് സിറ്റി. ഓക്ലാൻഡാണ്. എക്കണോമിക് ക്യാപിറ്റൽ ഓഫ് വേൾഡും ഓക്ലാൻഡാണ്. അതും എക്കണോമിക് ക്യാപിറ്റൽ ഓഫ് വേൾഡ് അതും ഓക്ലാൻഡ് തന്നെയാണ്. പിന്നെ ഓക്ലാൻഡിൻ്റെ കുറച്ച് ഡൗണിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ കാണുന്ന സിറ്റിയാണ് ഹാമിൽട്ടൺ. ഇത് സ്പോർട്സ് സെൻ്ററാണ്. ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്പോർട്സ് സെൻ്ററാണ്. പിന്നെ ഞാൻ നേരത്തെ ലേക്ക് റോട്ടോറുവ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ലേക്ക് റോട്ടോറുവ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലേക്ക് റോട്ടോറുവയുടെ അടുത്ത് ഉള്ള സിറ്റിയാണ് റോട്ടോറുവ സിറ്റി. ഇവിടെ ആൻഡ് ഇവിടെയാണ് കുക്ക് സ്ട്രീറ്റ് വരുന്നത്. സോ ഈ പോർഷൻ ഇവിടെ ഒരു സിറ്റി ഉണ്ട്. ഇതാണ് വെല്ലിംഗ്ടൺ സിറ്റിയാണ്. ക്യാപിറ്റൽ ഓഫ് ന്യൂസിലാൻഡ് വെല്ലിംഗ്ടൺ ആണ്. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ഓഫ് ന്യൂസിലാൻഡ്. ഇനി നമുക്ക് സദേൺ ഐലൻഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ നമ്മൾ ബാങ്ക്സ് പെനിൻസുല പഠിച്ചില്ലേ, അതിൻ്റെ ഈ പോർഷനിൽ ഉള്ള സിറ്റിയാണ് ക്രൈസ്റ്റ് ചർച്ച്. ഈ ക്രൈസ്റ്റ് ചർച്ച് സിറ്റിയിൽ അഗ്രികൾച്ചർ ആൻഡ് ഡയറി ക്യാപിറ്റൽ ഓഫ് ന്യൂസിലാൻഡ് ക്രൈസ്റ്റ് ചർച്ച് ആണ്. അതുപോലെ എഡ്യൂക്കേഷണൽ ക്യാപിറ്റലും ഓഫ് ന്യൂസിലാൻഡും ക്രൈസ്റ്റ് ചർച്ച് ആണ്. അഗ്രികൾച്ചറൽ, ഡയറി ക്യാപിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ക്യാപിറ്റൽ ഓഫ് ന്യൂസിലാൻഡ് ക്രൈസ്റ്റ് ചർച്ച് ആണ്. ആൻഡ് ദെൻ ഇവിടെ നമുക്കൊരു സിറ്റി ഉണ്ട് ക്യൂൻസ് ടൗൺ. ഈ സിറ്റി ക്യൂൻസ് ടൗൺ ആണ്. ഇത് അഡ്വഞ്ചർ ക്യാപിറ്റൽ ഓഫ് വേൾഡ് ആണ്. ക്യൂൻസ് ടൗൺ. ആൻഡ് ഈ ചെറിയൊരു പെനിൻസുല പോർഷൻ കണ്ടില്ലേ, ഇതിൻ്റെ പേരാണ് ഡ്യൂനഡിൻ. ഈ സിറ്റിയാണ് ഡ്യൂനഡിൻ. ഇത്രയേ ഉള്ളൂ. ന്യൂസിലാൻഡിൻ്റെ എൻട്രീസൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.